വെൽക്കം, റഹ്മാനാണ്. ഈ വീഡിയോ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ് ഓഫ് യൂകാരിയോട്സിനെ പറ്റിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രോകാരിയോട്സിന്റെ ട്രാൻസ്ക്രിപ്ഷൻ നമ്മൾ പറഞ്ഞു. സോ പ്രധാനപ്പെട്ട ടേംസുകളെല്ലാം ഇപ്പോൾ പരിചിതമായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ആൻഡ് ദിസ് പ്രോകാരിയോട്ടിക് ട്രാൻസ്ക്രിപ്ഷനെ അപേക്ഷിച്ചിട്ട് യൂകാരിയോട്സിന്റെ ട്രാൻസ്ക്രിപ്ഷൻ കുറച്ച് കോംപ്ലക്സ് പ്രോസസ് ആണ്. മാത്രമല്ല ഇത് നടക്കുന്നത് മറ്റേത് സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നതെങ്കിൽ ഇത് നടക്കുന്നത് ന്യൂക്ലിയസിന്റെ അകത്ത് വെച്ചിട്ട്. സോ യൂകാരിയോട്ടിക് ട്രാൻസ്ക്രിപ്ഷൻ occurs in the nucleus, not in the cytoplasm. സൈറ്റോപ്ലാസത്തിൽ വെച്ചല്ല. സോ അപ്പൊ നമുക്ക് ഇവിടെ പറയേണ്ടത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, വൺ വി ഹാവ് ടു ഡിഫൈൻ. സോ ഡെഫിനിഷൻ ഒന്ന് പറയണം. ദെൻ എന്താണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്, കോഡിംഗ് സ്ട്രാൻഡ്, പ്രൊമോട്ടർ, ഇതൊക്കെ ഒന്ന് പറഞ്ഞു പോകണം. പ്രൊമോട്ടർ റീജിയൻ ഒക്കെ ഒന്ന് പറയണം. ദെൻ ഇവിടെ സംഭവം നടത്തുന്നത് RNA പോളിമറൈസ് ആണ്. സോ RNA പോളിമറൈസിനെ പറ്റി ഈ എൻസൈമിനെ കുറിച്ചൊന്ന് പറയണം. ദെൻ മറ്റ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ്. യൂകാരിയോട്സിൽ ഏകദേശം 50ഓളം തരം വിവിധ തരം പ്രോട്ടീൻ ഇതിനകത്ത് ഇടപെടുന്നുണ്ട്. അപ്പൊ അതൊന്ന് പറയണം. ദെൻ നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ് സാധാരണ 3 സ്റ്റെപ്പാണ്. ഇനീഷ്യേഷൻ, ദെൻ ഇലോങ്ങേഷൻ ആൻഡ് ദെൻ ടെർമിനേഷൻ. സോ ഈ 3 കാര്യങ്ങൾ. സോ അഡീഷണലി നമുക്ക് റോൾ ഓഫ് സ്പെഷ്യൽ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് അതൊന്ന് പറയണം. ഉദാഹരണം ആക്ടിവേറ്റേഴ്സ് ഉണ്ട്, റിപ്രസേഴ്സ്, അങ്ങനെയുള്ള ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞു പോകണം. മോഡുലേറ്റേഴ്സിനെ പറ്റി പറയണം. ദെൻ അനദർ റോൾ ഓഫ് ന്യൂക്ലിയോസോംസിന്റെ റോൾ കൂടി ഒന്ന്, ദാറ്റ് ഈസ് ഹിസ്റ്റോൺ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞു പോകണം. സോ ഇപ്പൊ ഞാനൊരു എക്സാം മോഡിലാണ്, പരീക്ഷാ മോഡ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടായിരിക്കും പറയുക. ആദ്യം ഡെഫിനിഷൻ, ട്രാൻസ്ക്രിപ്ഷന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ DNA-യിൽ നിന്ന്, ഇത് DNA ആണെങ്കിൽ DNA-യിൽ നിന്ന് RNA നമുക്ക് കിട്ടുകയാണെങ്കിൽ RNA കോപ്പി ഉണ്ടാക്കുന്നതാണ് ട്രാൻസ്ക്രിപ്ഷൻ. ദ പ്രോസസ് ഓഫ് സിന്തസിസ് ഓഫ് RNA ഫ്രം DNA ടെംപ്ലേറ്റ്, DNA-യുടെ ടെംപ്ലേറ്റിൽ നിന്ന് RNA ഉണ്ടാക്കുന്നതാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന. അതിന് കിട്ടുന്ന RNA പലതരമുണ്ട്. ഇപ്പൊ ഉദാഹരണം mRNA നമുക്ക് ഉണ്ടാക്കാം, ട്രാൻസ്ഫർ RNA നമുക്ക് കിട്ടാം, ദെൻ റൈബോസോമൽ RNA ഉണ്ട്, ദെൻ സ്മോൾ ന്യൂക്ലിയർ RNA, അങ്ങനെയൊക്കെയുള്ള ഏതായാലും whatever be the mRNA or tRNA or RNA, ഇതെല്ലാം ഉണ്ടാക്കുന്നത് ബൈ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. ദെൻ RNA നമുക്ക് കിട്ടുന്നത് ദിസ് ഇസ് 5 പ്രൈം ടു 3 പ്രൈം, ഈ ഡയറക്ഷനിലാണ് നമ്മൾ RNA ഉണ്ടാക്കുന്നത് എന്ന് ഓർക്കുക. സെയിം ആസ് ദാറ്റ് ഓഫ് പ്രോകാരിയോട്സ് ആൻഡ് സെയിം ആസ് ദാറ്റ് ഓഫ് DNA റെപ്ലിക്കേഷൻ. എല്ലാത്തിലും 5 പ്രൈം ടു 3 പ്രൈം ഡയറക്ഷനിലാണ്. ആൻഡ് ഇവിടെ പ്രൈമർ ഒന്നും വേണ്ട, നോ നീഡ് ഓഫ് പ്രൈമറിന്റെ ആവശ്യം ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയോളൂ. പിന്നെ നമുക്ക് RNA പോളിമറൈസിനെ കുറിച്ചൊന്ന് പറഞ്ഞു പോകാം. RNA പോളിമറൈസ് DNA ഡിപെൻഡന്റ് RNA പോളിമറൈസ് ആണ്. ആൻഡ് ഇത് 3 തരമുണ്ട്. ആദ്യത്തേത് RNA പോൾ നമുക്ക് എഴുതാം, RNA പോൾ 1 ആണ്. ഇതൊരു 14 സബ് യൂണിറ്റ് ഉള്ള ഒരു സ്ട്രക്ചർ ആണ്. ആൻഡ് രണ്ടാമത്തത് RNA പോളിമറൈസ് 2 ആണ്. RNA പോളിമറൈസ് 2 എന്ന് പറയുന്നത് 12 സബ് യൂണിറ്റ് ഉള്ള സ്ട്രക്ചർ ആണ്. നമ്മൾ ഇവിടെ പറയുന്നത് mRNA ഉണ്ടാക്കലാണ്. സോ mRNA സിന്തസിസ് ആകുമ്പോഴത്തേക്കും അവിടെ വേണ്ടത് RNA പോളിമറൈസ് 2 ആണ്. ഇനി RNA പോളിമറൈസ് 3 ഉണ്ട്. RNA പോളിമറൈസ് 3 ഒരു 17 സബ് യൂണിറ്റ് ഉള്ള ഒരു സ്ട്രക്ചർ ആണ്. ആൻഡ് ഇത് തമ്മിൽ എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ടോക്സിൻ ഫ്രം ഫില്ലോഡ്സ്, അമാനിറ്റ സ്പീഷീസിലുള്ള ഫംഗിലുള്ള ഫില്ലോഡ്സിലുള്ള ഒരു ടോക്സിൻ ആണ് ആൽഫ അമാനിറ്റിൻ എന്ന് പറയുന്ന സംഭവത്തോടുള്ള സെൻസിറ്റിവിറ്റി നോക്കിയിട്ടാണ്. ആൻഡ് RNA polymerase 1 is insensitive to this amanitin, alpha amanitin, while this one രണ്ടാമത്തെ is highly sensitive. നമ്മൾ പറയുന്നത് highly sensitive ആയിട്ടുള്ള RNA polymerase 2 നെ കുറിച്ചിട്ടാണ്. while that RNA polymerase 3 is moderatively, കുറച്ച് സെൻസിറ്റീവ് മാത്രം ഉള്ളൂ. അങ്ങനെ നമുക്ക് തിരിച്ചറിയാം. mRNA ഉണ്ടാക്കാൻ RNA polymerase 2 വേണം. ദെൻ നമുക്ക് സ്മോൾ ന്യൂക്ലിയർ RNA ഉണ്ടാക്കാനൊക്കെ ഇത് വേണം. സോ ഇതിനൊക്കെയാണ് RNA polymerase 2 ഉപയോഗിക്കുന്നത്. while RNA polymerase 1 നമ്മൾ ഉപയോഗിക്കുന്നത് 5.8S റൈബോസോമൽ RNA ഉണ്ടാക്കാനാണ് നമ്മളിത് ഉപയോഗിക്കുക. ദെൻ ഓൾസോ 18S ആയാലും 28S ആയാലും സോ റൈബോസോമൽ RNA ഉണ്ടാക്കാൻ. സോ റൈബോസോമൽ RNA ഉണ്ടാക്കാനാണ് RNA പോൾ 1 വേണ്ടത്. RNA പോൾ 3 നമ്മൾ ഉപയോഗിക്കുന്നത് tRNA ഉണ്ടാക്കാൻ ഇത് വേണം. ദെൻ ഓൾസോ 5S റൈബോസോമൽ RNAക്കും നമുക്ക് RNA പോൾ 3 വേണം. നമ്മളിവിടെ പറയുന്നത് പ്രധാനം RNA പോളിമറൈസ് 2 ആണ്. കാരണം നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് mRNA കുറിച്ചിട്ടാണ് നമ്മൾ പറയാം. സോ ഇത് ഏകദേശം ഒരു 550 കിലോ ഡാൾട്ടൺ ഉണ്ട്, 12 സബ് യൂണിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആൻഡ് ജനറൽ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് എല്ലാം ഇതുമായിട്ടാണ് ഒട്ടിച്ചത്. ഇനി RNA പോളിമറൈസ് 2 നെ കുറിച്ചിട്ട് ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കാം. ആൻഡ് ദിസ് RNA പോളിമറൈസ് 2, ഇപ്പൊ ഇത് ഞാൻ RNA പോളിമറൈസ് 2 ആണെന്ന് പറയുകയാണെങ്കിൽ അതിന് ഇങ്ങനെ ഒരു കാർബോക്സി ടെർമിനൽ ഡൊമൈൻ ഉണ്ട്, CTD എന്ന് നമുക്ക് എഴുതാം. ആൻഡ് ഇവിടെ ഒരു 7 അമിനോ ആസിഡ് റെസിഡ്യൂസ് ഉള്ള ഒരു ഏരിയ ഉണ്ട്, 7 അമിനോ ആസിഡ് റെസിഡ്യൂസ്. സോ ഒരെണ്ണം ഉദാഹരണം വരയ്ക്കുകയാണെങ്കിൽ ഇത് ടൈറോസിൻ ആണെന്ന് വിചാരിക്കുക. ആൻഡ് ദെൻ രണ്ടാമത്തത് ദിസ് ഇസ് സെറിൻ ആണെന്ന് വിചാരിക്കുക. ആൻഡ് മൂന്നാമത്തത് ഇവിടെ പ്രോലിൻ ആണെന്ന് വിചാരിക്കുക.
വിചാരിക്കുക. ഓക്കെ, നാലാമത് ഇവിടെ ഒരു ത്രിയോണിൻ ഉണ്ട് എന്ന് വിചാരിക്കുക. ആൻഡ് അഞ്ചാമത് വീണ്ടും ഒരു സെറിൻ ഉണ്ട് എന്ന് വിചാരിക്കുക. ദെൻ ആറാമത് ഒരു പ്രോലീൻ ആണ്. ആൻഡ് വീണ്ടും ഏഴാമത് ഒരു സെറിൻ. സോ 2, 5, 7 ഈ പൊസിഷനിൽ 3 ഭാഗത്തായിട്ട് സെറിൻ ഇരിപ്പുണ്ട്. ഈ അമിനോ ആസിഡ്സ് ഇവിടെ ഫോസ്ഫേറ്റ് പിടിപ്പിക്കലോ ഫോസ്ഫേറ്റ് മാറ്റലോ ഫോസ്ഫോറിലേഷൻ ഓർ ഡിഫോസ്ഫോറിലേഷനോ നടത്തിയാണ് ഇതിനെ ആക്ടിവേറ്റഡ് ഓർ ഇൻഹിബിറ്റഡ് ഒക്കെ ആക്കാൻ പറ്റുക. സോ സാധാരണ 5ാമത്തെ സെറിൻ ഇവിടെ ഫോസ്ഫോറിലേഷൻ നടത്തുമ്പോഴാണ് ഇത് ആക്റ്റീവ് ആകുക, അല്ലെങ്കിൽ ഇനീഷ്യേഷൻ സ്റ്റെപ്പ് ഒക്കെ നടത്തുക. 2ഉം 7 നടത്തുമ്പോൾ ചിലപ്പോൾ ഇലോങ്ങേഷൻ ആയിരിക്കും നടത്തുക. ആൻഡ് മിക്കവാറും ഇത് ചെയ്യുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ആണ്. ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിൽ തന്നെ പ്രധാനമായിട്ടും ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2H ആണ് ഇത് ചെയ്യുന്നത്. ഞാൻ പിന്നീട് ഒന്നും കൂടി പറയും. ആൻഡ് ദെൻ ഈ ഉണ്ടായ മെസ്സഞ്ചർ ആർഎൻഎയുടെ പ്രോസസിങ് അങ്ങനെയൊക്കെയുള്ള സ്റ്റെപ്പുകളിലും ഇതിന് പ്രധാനപ്പെട്ട ഒരു റോൾ ഉണ്ട്. കേസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കും. ഇനി ഞാൻ പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടാണ്. പല തരമുണ്ട്. നമ്മളിവിടെ പറയുന്നതെല്ലാം ബേസൽ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ആണ്. കാരണം ഒരു mRNA ഉണ്ടാക്കാനായിട്ട് ഇത്രയും ഫാക്ടേഴ്സ് എന്തായാലും നമുക്ക് അത്യാവശ്യം. പിന്നെ ബാക്കിയുള്ളൊക്കെ സ്പെഷ്യൽ സംഭവങ്ങളാണ്. അത് നമുക്ക് പുറകെ പറയാം. സോ ബേസൽ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ്, ഞാൻ ഈ പറയുന്ന ഓർഡർ ഒന്ന് പ്രത്യേകം ഓർത്ത് വെച്ചേക്കുക. എല്ലാം തന്നെ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2 എന്നാണ് നമ്മൾ എഴുതുക. 2 എന്ന് എഴുതാൻ കാരണം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് RNA പോളിമറേസ് 2നെ പറ്റി പറയുന്നതുകൊണ്ടാണ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2 എന്ന് നമ്മൾ പറയും. സോ ആദ്യത്തെ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ തന്നെയാണ്. എല്ലാം 2 ആണെന്ന് ഞാൻ പറഞ്ഞു. 2D ആണ്. 2D ഇതിനകത്ത് 2 സംഭവങ്ങളുണ്ട്. ഒന്ന് TBP ആണ്. TBP മീൻസ് ടാറ്റ ബോക്സ് ഓർ ടാറ്റ ബൈൻഡിങ് പ്രോട്ടീൻ. സോ ടാറ്റ ബൈൻഡിങ് പ്രോട്ടീൻ ആണ്. ആൻഡ് രണ്ടാമത്തത് ഈ ടാറ്റ ബൈൻഡിങ് പ്രോട്ടീനിൽ അസോസിയേറ്റഡ് ഫാക്ടർ ആണ്. അപ്പൊ ടാറ്റ ബൈൻഡിങ് പ്രോട്ടീൻ അസോസിയേറ്റഡ് ഫാക്ടർ ഇതൊരു 13-14 വരും. ഓക്കെ, സോ ഇത് രണ്ടും കൂടി ചേർന്നാണ് അപ്പൊ നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2D എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തത് വന്ന് ബൈൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അടുത്ത ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ഈ 2 തന്നെയാണ്. ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2A ആണ്. ഓക്കെ, ദെൻ അടുത്തത് 2B ആണ്. ദെൻ പിന്നെ വരുന്നത് 2 തന്നെ F ആണ് വിത്ത് RNA പോളിമറേസ് 2. RNA പോളിമറേസ് 2ന്റെ ഒപ്പം വരുന്നതാണ്. സോ F വിത്ത് RNA പോളിമറേസ് 2 ആണ്. സോ തൽക്കാലം ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2F ആണ്. ദെൻ പിന്നെ വരുന്നത് 2E വരും. 2E വന്നു കഴിഞ്ഞിട്ട് 2E കഴിഞ്ഞാൽ H ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഡാബ് ഒന്ന് ഓർക്കുക. ദെൻ FEH ഓർക്കുക. സോ ഈ ഓർഡർ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഒന്ന് ഓർത്തുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് പ്രയോജനകരമായിരിക്കും. അപ്പൊ നമ്മൾ RNA പോളിമറേസ് കണ്ടു. ദെൻ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് കണ്ടു. സോ ഇതെല്ലാം വന്ന് ഒട്ടിച്ചേരേണ്ട സ്ഥലം എന്ന് പറയുന്നത് DNA-യിലാണ്. DNA-യിലുള്ള പ്രൊമോട്ടർ റീജിയനിലാണ്. സോ ദിസ് ഈസ് 5' to 3' ആണ്. ആൻഡ് ദിസ് ഈസ് കോഡിംഗ് സ്ട്രാൻഡ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ആൻഡ് ദിസ് ഈസ് 3' to 5' ആണ്. ആൻഡ് ദിസ് ഈസ് ടെംപ്ലേറ്റ്. ഇവിടെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ടെംപ്ലേറ്റ് സ്ട്രാൻഡിലാണ് നമ്മൾ mRNA ഇങ്ങനെ ഉണ്ടാക്കുക. ആൻഡ് ഈ കോഡിംഗ് സ്ട്രാൻഡിലുള്ള പല കോൺസെൻസസ് സീക്വൻസസ് ഉണ്ട്. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രൊമോട്ടർ റീജിയൻ ഇതാണ് എന്ന് നമ്മൾ പറയും. ഇത് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആവാൻ കാരണം നമ്മൾ പറഞ്ഞത് നമ്മൾ ഉണ്ടാക്കുന്നത് 5' to 3' ഡയറക്ഷനിലാണ് mRNA ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് A ആണെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് യുറാസിൽ ഉണ്ടാക്കും അല്ലെ, ഞാൻ ഈ വരയ്ക്കുന്നതാണ്. ആൻഡ് ഇവിടെ ഇരിക്കുന്ന T ആണെങ്കിൽ നമ്മൾ അത് ഉപയോഗിച്ചിട്ട് ഇവിടെ A വെക്കും. ആൻഡ് ഇവിടെ G ആണെങ്കിൽ നമ്മൾ C വെക്കും. ദെൻ വീണ്ടും ഇവിടെ A ആണെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് യുറാസിൽ വെക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക അല്ലെ. അപ്പോൾ ഇവിടെ ഉള്ളത് റൈബോസ് ന്യൂക്ലിയോറ്റൈഡ് ആണ് എന്ന് മാത്രം നമുക്ക് തീർക്കുക. യുറാസിലാണ് നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ തൈമിനോ തൈമിഡിൻ അങ്ങനെയൊക്കെയുള്ള ഡിയോക്സി അതുമായിട്ടുള്ള ബന്ധമുള്ള ഒന്നും ഉപയോഗിക്കുന്നില്ല. സോ അതാണ് ഒരു വ്യത്യാസം. ഇനി നമ്മൾ ഇത് വീണ്ടും ഞാൻ താഴ്ത്തുന്നുകൂടി വരയ്ക്കുകയാണ്. സോ ഇത് 5' 3' ആൻഡ് ദിസ് ഇസ് 3' 5' ആണെന്ന് കരുതിയാൽ. ആൻഡ് ഇവിടെ വെച്ചിട്ടാണ് ഇപ്പൊ ട്രാൻസ്ക്രിപ്ഷൻ ആരംഭിക്കാന്ന് വെച്ചാൽ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് സൈറ്റ് ഇതാണെങ്കിൽ ആൻഡ് ഈ ഭാഗത്ത് നമ്മൾ അപ്സ്ട്രീം എന്നാണ് പറയുക. സോ അപ്സ്ട്രീം എലമെന്റ്സ് എന്നാണ് ഇവിടെയുള്ള ഭാഗങ്ങൾ പറയാം. ആൻഡ് ഈ ഭാഗത്തുള്ളതിനെ നമ്മൾ ഡൗൺ സ്ട്രീം എലമെന്റ്സ് എന്നാണ്. സോ പ്രൊമോട്ടർ റീജിയൻസ് മിക്കവാറും ദിസിന്റെ അപ്സ്ട്രീം എലമെന്റ്സിലാണ് പ്രൊമോട്ടർ റീജിയൻസ് ഉള്ളത്. അപ്പൊ നമുക്കിനി പ്രൊമോട്ടർ ഭാഗങ്ങളെ കുറിച്ച് പറയാം. ഈ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് സൈറ്റ് ഇതാണെന്ന് വിചാരിക്കുക. അവിടെ നമ്മൾ +1 എന്നൊക്കെയാണ് നമ്മൾ സാധാരണ. ആൻഡ് ഇത് നമ്മൾ അപ്സ്ട്രീം. സോ അപ്സ്ട്രീം എലമെന്റ് ഈ ഏരിയയിലാണ്. ഈ ഏരിയയിൽ നമുക്ക് 2 ഭാഗമായിട്ട് തിരിക്കാം. ഒന്ന് പ്രോക്സിമൽ പ്രൊമോട്ടർ റീജിയൻ, അതാണ് പ്രോക്സിമൽ. പിന്നെ ഉള്ളത് ദൂരെയുള്ളതാണ്. അതിനെ നമ്മൾ ഡിസ്റ്റൽ പ്രൊമോട്ടർ റീജിയൻ എന്ന് നമുക്ക് വിളിക്കാം. ആൻഡ് ബേസൽ എക്സ്പ്രഷൻ നടക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഉദാഹരണം ഇവിടെ ഈ പ്രോക്സിമൽ ഭാഗത്ത് ഒരു -25 ഭാഗത്ത് ആൻഡ് ഇവിടെ ഉള്ളതാണ് ടാറ്റ ബോക്സ് ഓർ ഹോഗ്നസ് ബോക്സ് ഓർ നമ്മൾ ടാറ്റ ബോക്സ്. നമ്മൾ ടാറ്റ ബോക്സ് എന്താണെന്ന് മറ്റൊരിടത്ത് പറഞ്ഞതാണ്. ആൻഡ് ഇവിടെ ഉള്ള സംഭവം എന്ന് വെച്ചാൽ TA ആൻഡ് AA ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ന്യൂക്ലിയോടൈഡ് സീക്വൻസ് കോൺസെൻസസ് സീക്വൻസ് നമ്മൾ പറഞ്ഞു. ആൻഡ് ഇതിന്റെയും അപ്സ്ട്രീം ആയിട്ട് ഉള്ള പ്രൊമോട്ടർ തന്നെ ഇവിടെ തന്നെ പ്രോക്സിമൽ ഏരിയയിൽ തന്നെയാണ്. ആൻഡ് ഇവിടെ കുറച്ച് GC റിച്ച് റീജിയൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എഴുതാം GC റിച്ച് റീജിയൻസ് ആൻഡ് ഓൾസോ CAD റീജിയൻസ്. ഞാനൊന്ന് എഴുതാം GGG CGG അങ്ങനെ റീജിയൻ ഉണ്ട്. ദെൻ പിന്നുള്ളത് CAD സീക്വൻസ് ആണ് CCAA
ATC ഇങ്ങനെയുള്ള റീജിയൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഈ ഡൗൺ സ്ട്രീം ഇങ്ങോട്ട് ടാറ്റ ബോക്സിന്റെ അവിടെ കുറച്ച് INR സീക്വൻസ് എന്ന് പറയുന്ന കുറച്ച് സീക്വൻസ് കണ്ടേക്കാം. എല്ലാത്തിലും എല്ലാം ഒന്നും ഉണ്ടാവണമെന്നില്ല. ഇനീഷ്യേറ്റർ റീജിയൻ എന്നാണ് പറയുക. ദെൻ പിന്നെ ഉള്ളത് DPE സീക്വൻസ് ആണ്. DPE എലമെന്റ്സ് തുടങ്ങിയവയും ഉണ്ടാവും. എല്ലാ സംഭവത്തിലും എല്ലാ DNA-ലും ഇതെല്ലാത്തിലും ഉണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല. മിക്കവാറും ഉള്ള കേസുകളാണ് ഞാൻ ഈ പറഞ്ഞത്. സോ ഇങ്ങനെ കുറച്ച് ഭാഗത്ത് ഇവിടെയും പ്രോക്സിമൽ തന്നെയാണ്. പ്രോക്സിമൽ പ്രൊമോട്ടർ റീജിയൻ, ഇതും പ്രോക്സിമൽ പ്രൊമോട്ടർ റീജിയൻ ആണ്. ഇത് മൊത്തം ഈ ഏരിയ ആണ് നമ്മൾ എന്ത് വിളിക്കുക, ബേസൽ ഏരിയ, ബേസൽ ട്രാൻസ്ക്രിപ്ഷൻ സോൺ എന്ന് പറയുന്നത്. ബേസൽ എക്സ്പ്രഷൻ നടക്കുന്ന ഭാഗം ഇത്രയുമാണ് സാധാരണ എടുക്കുക. ആൻഡ് ഇത് എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഇത് ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ ഇതുണ്ടാവും, ചിലപ്പോൾ ഇതുണ്ടാവില്ല, ചിലപ്പോൾ ഇതുണ്ടാവില്ല. ഓക്കെ, അങ്ങനെയൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇവിടെ വീണ്ടും അപ്സ്ട്രീം ടു ഹിയർ, അതിനെ നമ്മൾ ഡിസ്റ്റൽ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഡിസ്റ്റൽ ഉള്ളത് ഡിസ്റ്റൽ റെഗുലേറ്ററി ആണ്. റെഗുലേറ്ററി എലമെന്റ്സ് എന്നാണ് വിളിക്കുക. റെഗുലേറ്റഡ് എക്സ്പ്രഷൻസിനുള്ള ഭാഗങ്ങളാണ്. ആൻഡ് ഇവിടെ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കുന്നത് എൻഹാൻസേഴ്സ് ആയിരിക്കാം, കൂടുതൽ ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ റിപ്രസേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇതിന് രണ്ടിനും ഇടയിൽ തന്നെയുള്ള മോഡുലേറ്റേഴ്സ് പോലെയുള്ള സംഭവങ്ങൾ കൂടിയായിരിക്കും. സോ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പിടിക്കുന്നതാണ് ഡിസ്റ്റൽ എന്ന് പറയാം. ആൻഡ് ഇതല്ലാതെ മറ്റ് റെഗുലേറ്ററി എലമെന്റ്സ് കൂടി പിടിക്കാവുന്ന ഡിസ്റ്റൽ റെഗുലേറ്റിംഗ് എലമെന്റ്സ് കൂടി ചിലപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടായേക്കാം. സോ നമ്മൾ പറയുന്നത് ബേസൽ എക്സ്പ്രഷന് വേണ്ടിയിട്ടാണ്. ബേസൽ എക്സ്പ്രഷന് നമുക്ക് വേണ്ടത് ഈ കാറ്റും ഈ GC, then CAAT ആൻഡ് ടാറ്റ ബോക്സ് പ്ലസ് ചിലപ്പോൾ INR, ചിലപ്പോൾ DPE, ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾക്ക് വേണ്ടത്. ഏകദേശം ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് വേണ്ടത്. സോ ഇതാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്രൊമോട്ടർ റീജിയൻ ഓഫ് DNA എന്ന് നമ്മൾ പറയാം. ഞാനിത് എടുത്തിരിക്കുന്നത് ഹാർപ്പർ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്, ഹാർപ്പർ ബയോകെമിസ്ട്രി എന്നാണ്. കാരണം പല ബുക്കിലും പല രീതിയിലൊക്കെ പറയുന്നുണ്ട്. സോ കോംപ്ലിക്കേഷൻ വേണ്ടവരെണ്ണം അങ്ങോട്ട് ഫോളോ ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഹാർപ്പർ എടുത്തത്. ഏറ്റവും അധികം ആൾക്കാർ വായിക്കുന്ന ഹാർപ്പർ ആണല്ലോ. സോ നമുക്കപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ് ഇൻ DNA നമുക്ക് ആദ്യം പറയാം. സോ ആദ്യം നമുക്ക് DNA ഒന്ന് വരച്ചേക്കാം. അഗെയിൻ 5 പ്രൈം 3 പ്രൈം 3 പ്രൈം 5 പ്രൈം. ഓക്കെ, ഇവിടെ തുടങ്ങുന്നു. ആൻഡ് ദിസ് ഈസ് നമ്മുടെ ടാറ്റ ബോക്സ് ആയിട്ട് അങ്ങോട്ട് വരച്ചേക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെക്കഗ്നിഷൻ ഓഫ് പ്രൊമോട്ടർ ഓഫ് DNA ആണ്. സോ ഫസ്റ്റ് പോയിന്റ് ഈസ് റെക്കഗ്നിഷൻ ആണ്, തിരിച്ചറിയണം. പ്രൊമോട്ടർ തിരിച്ചറിയണം, DNAയുടെ പ്രൊമോട്ടർ റീജിയൻ തിരിച്ചറിയണം. സോ ഇതിൽ കോർ പ്രൊമോട്ടർ റീജിയൻ, ഇതാണ് നമ്മുടെ കോർ പ്രൊമോട്ടർ റീജിയൻ, അതാണ് ടാറ്റ A. സോ ഈ ഭാഗം തിരിച്ചറിയണം, ഹോഗ്നസ് ബോക്സ്. ഇത് തിരിച്ചറിയുന്നത് TBP ആണ്. TBP ഞാൻ ഒരു കളറിൽ വരയ്ക്കാം. സോ TBP ഇവിടെ ഒന്ന് അങ്ങ് പിടിച്ചിരിക്കാന്ന് വരിക. സോ സപ്പോസ് ദിസ് ഇസ് TBP ഇവിടെ വന്ന് പിടിക്കുന്നു. ആൻഡ് TBP ആണ് ഇതിനെ തിരിച്ചറിയുന്നത് റെക്കഗ്നിഷൻ മോളിക്യൂൾ, പ്രൊമോട്ടർ റെക്കഗ്നിഷൻ മോളിക്യൂൾ. അപ്പൊ TBP ആണ്. സോ ദിസ് ഇസ് TBP ആണ്. ആൻഡ് കൂടെ അതിനൊപ്പം നമ്മൾ പറഞ്ഞു TAF കൂടി വന്ന് പിടിക്കുന്നുണ്ട്. TAF കൂടി വന്ന് പിടിക്കും. TBP അസോസിയേറ്റഡ് പ്രോട്ടീൻ ആണ് TAF. സോ ഇത് രണ്ടും കൂടി ചേർന്ന് എന്തായ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ I2 ആണ് D. ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2D വന്ന് അപ്പോൾ ഒട്ടിച്ചേരുന്നു എന്ന് നമുക്ക് പറയാം. സോ ദിസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2D എന്ന് പറയുന്നത് ഒരു ക്ലാം ലൈക്ക് പ്രോട്ടീൻ. സോ അപ്പൊ എന്ത് DNA ഒന്ന് ബെൻഡ് ചെയ്യും. അതൊരു -100 ഡിഗ്രി ബെൻഡ് ചെയ്യുന്നു. സോ ഞാൻ ഈ ബെൻഡിങ് ഒന്ന് വരച്ചു വെച്ചു. ഓക്കെ, അപ്പൊ ഇനി ഇതിലേക്ക് വന്ന് ചേരുന്നതാണ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2A. അപ്പൊ ഇവിടേക്ക് 2A വന്ന് ചേരുന്നു. ആൻഡ് ദിസ് വിൽ സ്റ്റെബിലൈസ് ദ DNA. സോ അപ്പോഴത്തേക്കും അതിനൊപ്പം ട്രാൻസ്ക്രിപ്ഷൻ 2B വന്ന് ചേരും. സോ 2A വന്ന് വരുന്നു, 2B വന്ന് ചേരും. 2B വന്ന് ചേരുമ്പോൾ ദിസ് വിൽ ആസ്ക്, വേറെ ചില ആൾക്കാരെ ഇവിടേക്ക് വരുത്തും. ആൻഡ് അതിന്റെ പേര് നമ്മൾ ആ ഓർഡർ പറഞ്ഞത് അതാണ്. ഓർഡറിൽ നമ്മൾ പറഞ്ഞത് 2F വരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. 2F ഒരുമിച്ചല്ല, ഒറ്റയ്ക്കല്ല വരിക. 2F വരുന്നത് 2F ഇവിടെ വരികയാണ്. ആൻഡ് 2F along with RNA polymerase 2 കൂടിയാണ്. RNA polymerase 2 ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2F കൂടിയാണ് വരിക. സോ RNA polymerase 2 അപ്പോൾ ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യും. ഇനി അടുത്തായിട്ട് വരിക എന്ന് പറയുന്നത് ഞാൻ പല കളറിലൊന്നും വരയ്ക്കുകയാണ്. എല്ലായിടത്തും പല കളർ ഉപയോഗിക്കാൻ പറ്റില്ല. 2E വന്നു. ദെൻ 2E വന്നിട്ട് ചേരുമ്പോൾ 2E വിൽ ഡയറക്ട് ദ നെക്സ്റ്റ് ആള്, അതാണ് 2H എന്ന് പറയുന്ന ആൾ ഇവിടെ വന്നു. 2H ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2H വിൽ ബൈൻഡ് ടു ദ RNA polymerase. സോ എല്ലാം കൂടി ഇപ്പൊ ഒരു കോംപ്ലക്സ് ആയി. സോ എല്ലാം ചേർന്ന് ഇവിടെ ഉണ്ടാകുന്ന ഈ കോംപ്ലക്സിനെ നമുക്ക് പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ് എന്ന് വിളിക്കാമല്ലോ. പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഉണ്ടാകുന്നു. സോ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ദ ഫോർമേഷൻ ഓഫ് പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ്. സോ രണ്ടു തരം ഹൈപ്പോത്തസിസ് ഉണ്ട്. ഒന്ന് എല്ലാം കൂടി ചേർന്നിട്ട് ഒരുമിച്ച് വന്ന് ഇവിടെ ഒട്ടിച്ചേരുകയാണ് എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഞാനിപ്പോ പറഞ്ഞ ഒരു ആദ്യം ഇത് വരുന്നു, പുറകെ ഇത് വരുന്നു, ഇങ്ങനെ വരുന്നു, സബ്സിക്വന്റ് ആയിട്ട് വരുന്ന പ്രോസസ് ഉണ്ട് എന്നും പറയുന്നുണ്ട്. ഏതായാലും നമ്മളെ സംബന്ധിച്ചപ്പോൾ ഈ പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഉണ്ടായി. സോ ഇനി ഇനീഷ്യേറ്റേഴ്സ് ഓർ റിപ്രസേഴ്സ് വേണമെങ്കിൽ ഇവിടെ വന്ന് ഒട്ടിച്ചേരാം. ഓക്കെ, അത് അങ്ങനെ വന്ന് ഒട്ടിച്ചേരാം. അത് ഭാഗം നമുക്ക് പിന്നീട് പറയാം. സോ ദിസ് കോംപ്ലക്സ് ഫോംഡ് ഈസ് എ നൗ ക്ലോസ്ഡ് കോംപ്ലക്സ് ആണ്. ഇതൊരു ക്ലോസ്ഡ് കോംപ്ലക്സ് ആണ്. സോ ബേസ്
സെൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കാനായിട്ട് നമുക്ക് ഇത്രയും ഫാക്ടേഴ്സ് എല്ലാം മതി. ആൻഡ് ഇതിൽ വന്നു ചേർന്ന ഇയാൾ ദിസ് 2H ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ 2Hന് വിവിധ തരം ഫങ്ഷൻസ് ഉണ്ട്. ഒന്ന്, ഇത് ഒരു ഹെലിക്കേസ് ലൈക്ക് ആക്ടിവിറ്റി ഉണ്ട്. ഹെലിക്കേസ് ലൈക്ക് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ DNA നമുക്ക് ഇവിടെയുള്ള DNA അൺവൈൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. രണ്ട്, മറ്റൊരു പ്രോപ്പർട്ടി ഫോസ്ഫോറിലേഷൻ പ്രോപ്പർട്ടി ഉണ്ട്. ഫോസ്ഫോറിലേഷൻ എവിടെയാണ് ചെയ്യാന്ന് വെച്ചാൽ RNA പോളിമറൈസ് 2. നമ്മളിപ്പോ RNA പോളിമറൈസ് 2 ഞാൻ ഇതുവരെയാണെങ്കിൽ ഇവിടെ നമ്മളൊരു സംഭവം വരച്ചു CTD, അവിടെ സെറിൻ പോലുള്ള സൈറ്റുകൾ അവിടെ ഫോസ്ഫോറിലേറ്റ് ചെയ്യാം. ഉദാഹരണം 5ൽ ഫോസ്ഫോറിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇനീഷ്യേഷൻ തുടങ്ങുന്നു എന്ന് നമ്മൾ പറയുന്നു. ആൻഡ് മൂന്നാമത് ഇവിടെ ഒരു ന്യൂക്ലിയോടൈഡ് എക്സിഷൻ റിപ്പയർ ആക്ടിവിറ്റി കൂടിയുണ്ട്. ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒന്ന് നടക്ക് നിർത്തി പിന്നെ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കാം. അപ്പോൾ ഒരു ചെറിയ പ്രൂഫ് റീഡിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സോ ദിസ് 2H ഹാസ് ഗോട്ട് മെനി ഫങ്ഷൻസ്, ധാരാളം ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പൊ മൂന്നാമത്തെ പ്രോസസ് എന്ന് പറയുന്നത് തേർഡ് സ്റ്റെപ്പ് ഈസ് ഓപ്പണിംഗ് ഓഫ് DNA ആണ്. DNA ആ ഭാഗം അല്ലെങ്കിൽ അൺവൈൻഡ് ചെയ്യാണ്. ഇവിടെ ഞാൻ തുറന്നതായിട്ട് വട്ടത്തിൽ വലുതായിട്ട് ഞാൻ അങ്ങ് വരച്ചു വെച്ചാണ്, സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ആൻഡ് DNA അപ്പൊ തുറക്കുന്നു. DNA ടു ഫോം ഇപ്പൊ എന്താണ് ഇതിന് നമ്മൾ പറഞ്ഞത്? ട്രാൻസ്ക്രിപ്ഷൻ ബബിൾ ഫോർമേഷൻ എന്നാണ്. സോ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ബബിൾ ഫോർമേഷൻ ചെയ്യുന്നു. ബിക്കോസ് ഓഫ് ദിസ് ഹെലിക്കേസ് ആക്ടിവിറ്റി DNA അവിടെ നിന്ന് തുറന്നു, രണ്ട് സൈഡാക്കി. ഇപ്പൊ ഇങ്ങനെ ന്യൂക്ലിയോടൈഡ്സ് ഇവിടെ ഇങ്ങനെയാണ് ഓക്കെ സെപ്പറേറ്റ് ചെയ്യുന്നു. സോ ഓപ്പൺ കോംപ്ലക്സ് ഫോർമേഷൻ. സോ ഇത് നമുക്ക് ഓപ്പൺ കോംപ്ലക്സ് ഫോർമേഷൻ, ഇതാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ്. അപ്പൊ നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പ്, നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ട്രാൻസ്ക്രിപ്ഷൻ ബബിൾ. ഓപ്പൺ കോംപ്ലക്സ് ഫോർമേഷനകത്തുള്ള ഈ ട്രാൻസ്ക്രിപ്ഷൻ ബബിളിനകത്ത് സിന്തസിസ് നടക്കുകയാണ്. ആരാണ് സിന്തസിസ് ചെയ്യേണ്ടത്? നമ്മൾക്ക് ഉണ്ടാക്കുന്ന mRNA ആണ്. ഉണ്ടാക്കുന്നത് ഇറ്റ്സ് എ ഷോർട്ട് ഇനീഷ്യൽ, ചെറിയ ഇനീഷ്യൽ RNA ഒലിഗോമേഴ്സ് ആണ് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുക. സോ ദാറ്റ്സ് എ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ കാർബോക്സി ടെർമിനൽ സെറിൻ ഫോസ്ഫോറിലേഷൻ നടന്നാൽ അപ്പൊ നമ്മൾ ഇതിന്റെ DNA പോളിമറൈസ് ഇതാണ്. അപ്പൊ അതൊരു ഫോസ്ഫോറിലേഷൻ നടന്നു. RNA പോളിമറൈസ് അതിന്റെ ഫോസ്ഫോറിലേഷൻ നടക്കുക എന്ന് പറയുമ്പോൾ 2H വെച്ചിട്ടായിരിക്കുമല്ലോ, ഫിഫ്ത്ത് സെറിനിലായിരിക്കും നടക്കുക. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇത് ആക്ടിവേറ്റഡ് ആകും. ആക്റ്റീവ് ആകുമ്പോഴത്തേക്കും ഒരു ഏകദേശം നമുക്ക് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു 10 ന്യൂക്ലിയോടൈഡ്സ് അതിന്റെ ഒരു സീക്വൻസ് ഉണ്ടാക്കലാണ് ആദ്യ ഘട്ടം. ഇത്രയും ന്യൂക്ലിയോടൈഡ് ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാക്കുന്ന വെച്ച് കട്ട് ചെയ്ത് പോവുകയാണെന്ന് വിചാരിക്കുക. 10 to 20 തലബുക്കിൽ പലതാണ്, ഞാൻ ഒരു ഏകദേശമാണ് പറയാ. സോ ഇത്ര ഉണ്ടായില്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുക അബോർട്ടീവ് എന്നാണ്. അബോർട്ടീവ് ഇനീഷ്യേഷൻ എന്ന് വിളിക്കും. സോ ഇപ്പൊ ഉണ്ടായെന്ന് വിചാരിക്കുക 10 to 20 ന്യൂക്ലിയോടൈഡ് വരെ നീളത്തിലുണ്ടായി. ഒരു സീക്വൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇനി അതിനെ മുന്നോട്ട് പോകാം, അല്ല സീക്വൻസ് ആയിട്ട് മുന്നോട്ട് പോകാം. സോ അപ്പൊ ഇനി നടക്കുന്നത് നമുക്ക് ഈ പ്രൊമോട്ടർ ക്ലിയറൻസ് ആണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫിഫ്ത്ത് സ്റ്റെപ്പ് ഈസ് പ്രൊമോട്ടർ ക്ലിയറൻസ് ആണ് അടുത്ത സ്റ്റെപ്പ്. വന്നിട്ട് ചേർന്ന ഈ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ഇതിൽ നിന്ന് വിട്ടുപോകും. പല ബുക്കിലും പലതാണ് പറയുക, അതുകൊണ്ട് ഞാനിപ്പോ എല്ലാ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറും വിട്ടുപോകുന്നു എന്ന് ഞാൻ പറയുന്നില്ല. കുറെ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് എന്തായാലും അവിടെ ഉണ്ടാകും, എങ്കിലും പലതും ഇതിൽ നിന്ന് വിട്ടുപോകും. ആൻഡ് ഇങ്ങനെ വിട്ടുവരുമ്പോൾ ഈ സംഭവം ഒന്ന് മുന്നോട്ട് നീങ്ങും, അല്ല കുറച്ച് ആ പ്രൊമോട്ടർ റീജിയനിൽ നിന്ന് മുന്നോട്ട് പോകുന്നതിനാണ് അപ്പൊ നമ്മൾ പ്രൊമോട്ടർ ഭാഗം ക്ലിയർ ചെയ്യുന്നതാണ് പ്രൊമോട്ടർ ക്ലിയറൻസ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഇനീഷ്യേഷൻ. സോ ഇനീഷ്യേഷൻ നമ്മളപ്പോൾ ഏകദേശം 5 സ്റ്റെപ്പ് ആയിട്ടാണ് പറഞ്ഞത്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് ഇനിയുള്ളത് ഇലോങ്ങേഷൻ സ്റ്റെപ്പ് ആണ്. ഇലോങ്ങേഷൻ. അപ്പൊ ഇലോങ്ങേഷൻ നടക്കണമെങ്കിൽ സം ഇലോങ്ങേഷൻ ഫാക്ടേഴ്സ്, ട്രാൻസ്ക്രിപ്ഷൻ ഇലോങ്ങേഷൻ ഫാക്ടേഴ്സ് ലൈക്ക് B പോലെയുള്ള ഫാക്ടേഴ്സ് കൂടി ചിലപ്പോൾ വേണ്ടി വരും. ആൻഡ് ഞാൻ ഇത് ചെയ്യുന്ന എന്തായിരിക്കും, ഈ നമ്മുടെ RNA പോളിമറൈസിന്റെ നമ്മൾ പറഞ്ഞ 2, 5 അങ്ങനെയൊക്കെയുള്ള സെറിൻ സൈറ്റിലൊന്ന് ഫോസ്ഫോറിലേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇത് വീണ്ടും ആക്റ്റീവായി മുന്നോട്ട് നീങ്ങിക്കോ. സോ ഇവിടെ ഫോർമേഷൻ ഓഫ് mRNA നടക്കുന്നത് നമ്മൾ പറഞ്ഞത് 5' to 3' ഡയറക്ഷനിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇവിടെയുള്ള ഓരോ അഡീഷൻ ഓഫ് ഈച്ച് ന്യൂക്ലിയോടൈഡ്, ഇവിടെ ന്യൂക്ലിയോടൈഡിന്റെ കോംപ്ലിമെന്ററി ടു ദ ടെംപ്ലേറ്റ് സ്റ്റാൻഡ്, ഇത് ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ആണ്. ടെംപ്ലേറ്റ് സ്റ്റാൻഡിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ് എന്ന് വെച്ചാൽ റൈബോസ് ന്യൂക്ലിയോടൈഡ് ആണ്. റൈബോസ് ന്യൂക്ലിയോടൈഡ് എടുത്തിട്ട് നമ്മൾ ഇപ്പൊ A ആണെങ്കിൽ നമ്മൾ പിടിപ്പിക്കുക U ആയിരിക്കും, ദെൻ G ആണെങ്കിൽ നമ്മൾ C പിടിപ്പിക്കും, C ആണെങ്കിൽ നമ്മൾ G പിടിപ്പിക്കും. സോ അങ്ങനെ ഇതിന്റെ പുറകിൽ പിടിപ്പിക്കാം. സോ ഇത് ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ഉദാഹരണം പിടിപ്പിച്ചു ഇങ്ങനെ ന്യൂക്ലിയോടൈഡ് ഇങ്ങനെ പിടിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. സോ അപ്പൊ mRNAക്ക് നീളം വയ്ക്കുന്നു. ആൻഡ് ദിസ് സ്റ്റെപ്പ് ഈസ് കോൾഡ് ആസ് ദ ഇലോങ്ങേഷൻ. സോ ദിസ് സ്റ്റെപ്പ് ഈസ് ഇലോങ്ങേഷൻ ആണ്. സോ അപ്പോൾ ഇവിടെ പുതിയത് പിടിപ്പിക്കാനായിട്ട് നമ്മുടെ റൈബോസ് ന്യൂക്ലിയോടൈഡിലുള്ള ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട് അല്ലെ രണ്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇതൊരു ഫോസ്ഫേറ്റ് ഇത് ന്യൂക്ലിയോടൈഡ് ആണെങ്കിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്യണം ഫോസ്ഫേറ്റ്. സോ രണ്ട് ഫോസ്ഫേറ്റ് ബോണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് ആൻഡ് ദിസ് ഗിവ്സ് എനർജിയും കിട്ടുന്നുണ്ട്. സോ ദി സെയിം ആസ് ദാറ്റ് ഓഫ് പ്രോകാരിയോട്സ് നമ്മൾ പറഞ്ഞതാണ്, അതേപോലെ തന്നെയാണ് ഇവിടെ നടക്കുക. സോ അപ്പൊ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടെർമിനേഷൻ ആണ്. നമുക്ക് ടെർമിനേഷൻ പ്രോസസ്സിലേക്ക് എത്തി. ആൻഡ് ഓൾസോ റിലീസ് ഓഫ് mRNA, പുതിയതായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ mRNA നമുക്ക് റിലീസ് ചെയ്യണം. ആൻഡ് ഇവിടെ ഇൻട്രിൻസിക് ടെർമിനേഷൻ ആണ്. ടെർമിനേഷൻ ഈസ് ഇൻട്രിൻസിക്, പുറത്തുനിന്ന് ആരും വരുന്നില്ല. ഇൻട്രിൻസിക് ടെർമിനേറ്റർ സിഗ്നൽസ് ഉണ്ട്. സോ ദർ ആർ ടെർമിനേറ്റർ സിഗ്നൽസ് ആർ ദർ ഇൻ ദ mRNA
ഉണ്ടായ mRNA ഉണ്ട്. സോ അതിന് അവിടെയും കോഡ് കാണണമല്ലോ, DNA-യിലും കാണും. സോ ഇപ്പോൾ ഉദാഹരണം നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ DNA ഇതാണ്, ഇത് mRNA ഉണ്ടായിക്കൊണ്ടിരുന്ന mRNA ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആൻഡ് DNA-യിൽ ഉള്ള സീക്വൻസ് ഇപ്പൊ ഇവിടെ TTA എന്ന് പറയുന്ന സിഗ്നൽസ് ഉണ്ടെന്ന് വിചാരിക്കുക DNA-യിൽ. ആൻഡ് ഇവിടെ ഇപ്പൊ ഉണ്ടാകുന്ന എന്തായിരിക്കും, ഇവിടെ mRNA-യിൽ ഉണ്ടാകുന്ന AAUAA എന്ന് പറയുന്ന സിഗ്നൽസ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് അതിനുശേഷം ഇവിടെ CA എന്ന് പറയുന്ന ഇവിടെ CA എന്ന് പറയുന്ന സിഗ്നൽസ് കൂടി ഉണ്ടാവും. സോ ഈ സിഗ്നൽസ് ആണ് നമ്മൾ പറയാ പോളി അഡിനൈലേഷൻ സിഗ്നൽസ് എന്നാണ് നമ്മൾ ഇതിന് പറയാം, പോളി അഡിനൈലേഷൻ സിഗ്നൽ. സോ അപ്പോൾ ഇവിടെ ഈ AAUAAയിൽ ഓഫ് ദ RNA, ഇത് mRNA ആണ്, 5' 3' mRNA ആണെന്ന് ഓർക്കുക. ആൻഡ് ഇവിടെ വന്ന് പിടിക്കുന്ന ആൾ, അതിന്റെ പേര് CPSF എന്നാണ്. CPSF മീൻസ് ക്ലീവേജ് ആൻഡ് പോളി അഡിനിലേഷൻ സ്പെസിഫിക് ഫാക്ടർ എന്നാണ് CPSF-ന്റെ പേര്. സോ ഇതെവിടെ വന്ന് ഒട്ടിച്ചേരുന്നു. ആൻഡ് ഇവിടെ CA-യിൽ വന്ന് ഒട്ടിച്ചേരുന്ന ആൾ, ഇവിടെ ഇങ്ങനെ വന്ന് ഒട്ടിച്ചേരുന്ന ആളുടെ പേര് CSTF എന്നാണ്. അതിന്റെ ഫുൾ പേര് ക്ലീവേജ് സ്റ്റിമുലേറ്റിംഗ് ഫാക്ടർ. സോ C ഫോർ ക്ലീവേജ്, സ്റ്റിമുലേറ്റിംഗ്, A ഫോർ ഫാക്ടർ, ക്ലീവേജ് സ്റ്റിമുലേറ്റിംഗ് ഫാക്ടർ. ഇത് രണ്ടും ഇവിടെ വന്ന് ഒട്ടിച്ചേർന്ന് വരുമ്പോഴത്തേക്കും they will recruit, പുതിയ ആൾ അവിടെ വരും, അയാളുടെ പേര് ക്ലീവേജ് ഫാക്ടർ, ക്ലീവേജ് ഫാക്ടർ വരും. ആൻഡ് ദിസ് ക്ലീവേജ് ഈസ് ആൻ എൻഡോന്യൂക്ലിയസ് ആണ്, എൻഡോന്യൂക്ലിയസ് ആണ്. സോ ദിസ് ക്യാൻ ഡിസോസിയേറ്റ് DNA RNA കോംപ്ലക്സ്. സോ DNA-യും ഇവിടെ ഉണ്ടായിരുന്ന ടെംപ്ലേറ്റ് ഇതും തമ്മിലുള്ള കണക്ഷൻസ് അവിടെ വിടിയിപ്പിക്കാനായിട്ട് അയാൾക്ക് പറ്റും. സോ ഉണ്ടായ RNA ഇപ്പോൾ ഇങ്ങനെ താഴത്തേക്ക് പോവുകയും DNA അവിടെ നിൽക്കുകയും ചെയ്യും. സോ ദിസ് mRNA അവിടെയുള്ള RNA പോളിമറൈസ് ക്യാൻ ബി റീയൂസ്, കോംപ്ലക്സ് നമുക്ക് പുറത്തെടുത്തിട്ട് നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ RNA പോളിമറൈസ് ഈസ് നൗ റീസൈക്കിൾഡ്. റീയൂസ് മീൻസ് റീസൈക്കിൾ ചെയ്യുന്നു, പുതിയ പരിപാടിക്ക് അത് പോളും. സോ ഇതാണ് ട്രാൻസ്ക്രിപ്ഷൻ. DNA ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മതി. ഇനി ഞാൻ പറയുന്നത് റോൾ ഓഫ് ആക്ടിവേറ്റേഴ്സ്, ആക്ടിവേറ്റേഴ്സിന്റെയും അല്ലെങ്കിൽ റിപ്രസേഴ്സ്, ആക്ടിവേറ്റേഴ്സ് ആൻഡ് റിപ്രസേഴ്സ് പോലുള്ളവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയേക്കാം. ചില ടിഷ്യൂസിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ചിലതൊക്കെ ആയിരിക്കും ഉണ്ടാക്കേണ്ടി വരിക. അപ്പോൾ ഉദാഹരണം നമ്മളുടെ ലിവർ സെൽസിൽ നിന്നാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ആൽബുമിൻ ഉണ്ടാകും, മറ്റു സെല്ലുകൾക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ആൻഡ് ഇപ്പോൾ ഉദാഹരണം RBCയുടെ ചെറുപ്പകാലത്ത് അവയിൽ നിന്ന് നമുക്ക് ഹീമോഗ്ലോബിൻ ഒക്കെ ഉണ്ടാക്കണം. സോ മറ്റുള്ള ആൾക്കാർക്ക് ഇത് വേണ്ട. സോ അവിടെ അപ്പോൾ നമുക്ക് സ്പെഷ്യൽ ആക്ടിവേറ്റേഴ്സ് വേണ്ടി വരും, ബാക്കിയുള്ളതൊക്കെ തടഞ്ഞു വെക്കേണ്ടി വരും. സോ ഇങ്ങനെ ചിലപ്പോൾ ഉണ്ടാകുന്ന എമൗണ്ട് ആയിരിക്കും റെഗുലേറ്റ് ചെയ്യുന്നത്. സോ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ ആക്ടിവേറ്റേഴ്സ്, റിപ്രസേഴ്സ് ആൻഡ് ഓൾസോ സം മോഡുലേറ്റേഴ്സ് ഒക്കെ നമുക്ക് വേണ്ടി വരും. സോ ദീസ് ആർ സ്പെഷ്യൽ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ആണ്. സാധാരണ ഇതുള്ളത് ഇപ്പോൾ DNA ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞത് ഇവിടെ പ്രോക്സിമൽ ആണെന്ന് പറഞ്ഞു, ദെൻ വീണ്ടും ഡിസ്റ്റൽ. അപ്പോൾ അപ്സ്ട്രീം ആയിട്ട് ഇവിടെയാണ് ബോക്സുകൾ, ഡാറ്റ ബോക്സ്. സോ വളരെ അപ്സ്ട്രീം ആയിട്ട് കുറച്ച് എലമെന്റ്സ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്സ്ട്രീം പ്രൊമോട്ടർ റീജിയനിലുള്ള എലമെന്റ്സ് ആണ്. ഇപ്പൊ ഞാനത് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരച്ചാൽ ഇത് ഇവിടെ എത്തുമെന്ന് വിചാരിക്കുക, ഇത് ഇവിടെയാണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്സ്ട്രീം എലമെന്റ്. സോ നമ്മുടെ റിപ്രസേഴ്സോ ആക്ടിവേറ്റേഴ്സോ ഇവിടെ വന്ന് പിടിക്കുകയാണെന്ന് വിചാരിക്കും. ആക്ടിവേറ്റേഴ്സ്, സപ്പോസ് ദിസ് ഇസ് ആൻ ആക്ടിവേറ്റർ. ഓക്കെ, ആൻഡ് ഇതിനിടയിൽ വന്നിട്ട് മോഡുലേറ്ററിനെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിന് ഇവിടെയും കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇവിടെ സംഭവങ്ങളെല്ലാം ഇരിക്കുകയാണല്ലോ, ഈ സംഭവത്തിലും കണക്ട് ചെയ്യാം, ഇവിടെയും കണക്ട് ചെയ്യാൻ പറ്റും. സോ ഈ കണക്ഷൻ മൂലം നമുക്ക് ഇതിന്റെ ആക്ഷൻ നമുക്ക് മോഡുലേറ്റ് ചെയ്യാനോ കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ പറ്റുന്ന സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആണ് ആക്ടിവേറ്റേഴ്സ്, റിപ്രസേഴ്സ് ഒക്കെ. സോ ഇതിപ്പം പറഞ്ഞത് മോഡുലേറ്റർ, ആക്ടിവേറ്റർ ആണ്. സോ ഇതുപോലെ തന്നെ റിപ്രസറിനും ആക്ട് ചെയ്യാനായിട്ട് ചിലപ്പോൾ പറ്റി. സോ ചിലപ്പോൾ ഒരേ സമയം റിപ്രസേഴ്സും ഇങ്ങനെ ആക്ടിവേറ്റേഴ്സും തമ്മിലുള്ള ബാലൻസ് ആയിരിക്കും ഇതിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ഓക്കെ, സോ അതാണ് നമ്മൾ ആക്ടിവേറ്റേഴ്സ് ആൻഡ് റിപ്രസേഴ്സ്. സോ ഐഡിയ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഒരേ സമയം പലതരം എന്താ പറയാ മോഡുലേറ്റ് ദ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള സംഭവം. നമുക്ക് റോൾ ഓഫ് ന്യൂക്ലിയോസോമിന്റെ റോൾ കൂടി ഒന്ന് പറഞ്ഞിട്ട് പോയേക്കാം. സോ DNA നമുക്കറിയാം ഹൈലി കോമ്പാക്ട് ആണ്. ട്രാൻസ്ക്രിപ്ഷനിൽ നോർമലി ഇറ്റ് ഈസ് ഇനാക്റ്റീവ് ആണ്. ഇനാക്റ്റീവ് ഫോം ആയിട്ടിരിക്കുമ്പോൾ അതിനെ നമ്മൾ ഹെറ്ററോക്രോമാറ്റിൻ എന്നാണ് നമ്മൾ വിളിക്കുക. സോ ദിസ് ഈസ് ട്രാൻസ്ക്രിപ്ഷനിൽ ഇനാക്റ്റീവ്. ഈ ഹെറ്ററോക്രോമാറ്റിനെ നമുക്ക് അത് ചുറ്റിയല്ല, ഹിസ്റ്റോണിൽ ഇങ്ങനെ ചുറ്റിയൊക്കെയാണ് വെച്ചിരിക്കുക. ഇങ്ങനെ ഹിസ്റ്റോൺ ഇങ്ങനെ ഉണ്ട്, അതിൽ ചുറ്റിയൊക്കെയാണ്. നമുക്ക് ആ പയങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. സോ നമുക്ക് DNA-യുടെ ജീൻസിനെ അസസ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് അസസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ അഴിച്ചെടുക്കണം. അഴിച്ചെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ നീട്ടിയാൽ നമുക്ക് അതിനെ നമ്മൾ യൂക്രോമാറ്റിൻ എന്നാണ് പറയാ. സോ യൂക്രോമാറ്റിൻ ഫോമിൽ കിട്ടണം. സോ യൂക്രോമാറ്റിൻ ഫോമിലേക്ക് ആക്കണം. സോ ഇതാണ് ക്രോമാറ്റിൻ റീമോഡലിംഗ് എന്ന് പറയാം. സോ ദിസ് ഈസ് കോൾഡ് ആസ് ക്രോമാറ്റിൻ റീമോഡലിംഗ്. ഓക്കെ, സോ ഇതിന് DNA-യിൽ നടക്കുന്ന എന്താണ്? കോവാലന്റ് മോഡിഫിക്കേഷൻ ബൈ അസറ്റിലേഷൻ. ഈ ഇതിന്റെ റെസിഡ്യൂസിൽ, ഹിസ്റ്റോൺ റെസിഡ്യൂസിൽ അസറ്റിലേഷൻ ഓഫ് ലൈസീൻ, അവിടെയുള്ള ലൈസീൻ അമിനോ ആസിഡ് റെസിഡ്യൂസിൽ അസറ്റിലേഷൻ ചെയ്യണം. അസറ്റിലേഷൻ ചെയ്യുന്നത് ഹിസ്റ്റോൺ അസിറ്റൈൽ ട്രാൻസ്ഫറേസസ് വഴിയാണ് നമ്മൾ ഇത് ചെയ്യുക. സോ അപ്പൊ എന്ത് പറ്റും? ഹെറ്ററോക്രോമാറ്റിൻ ഈസ് നൗ ബിക്കം യൂക്രോമാറ്റിൻ ആയിട്ട് മാറും. അൺവൈൻഡ് ചെയ്തിട്ട് യൂക്രോമാറ്റിൻ ആയിട്ട് മാറും. അപ്പൊ നമ്മുടെ ജനറൽ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് അങ്ങനെയൊക്കെയുള്ള ഫാക്ടേഴ്സിനെല്ലാം ഇവിടെ അസസിബിൾ ആണ്. പോയി പ്രൊമോട്ടർ ആ റീജിയൻസിലൊക്കെ പോയി അസസ് ചെയ്യാൻ പറ്റും. സോ ഇതിനുശേഷം പരിപാടി നടന്നു. അതിനുശേഷം
ശേഷം വീണ്ടും ഹിസ്റ്റോണിനെ നമ്മൾ തിരിച്ച് നമ്മൾ ഡീഅസറ്റിലേറ്റ് ചെയ്യും. ഡീഅസറ്റിലേറ്റ് ചെയ്യുന്നു, യൂക്രോമാറ്റിൻ വീണ്ടും ഹെറ്ററോക്രോമാറ്റിൻ ആയിട്ട് മാറും. സോ ഇതൊരു റെഗുലേറ്ററി പ്രോസസ് കൂടിയാണ്. ട്രാൻസ്ക്രിപ്ഷൻ നടത്താൻ ഇതും കൂടി വേണം എന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കുക. DNA എപ്പോഴും നമ്മൾ പറഞ്ഞ മാതിരി ഇങ്ങനെ അങ്ങ് തുറന്നിരിക്കുകയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് DNA. ഇനി അതിനുശേഷം നമുക്ക് ഇനി പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസ് ഒക്കെ പിറകെയുള്ള വീഡിയോയിൽ പറയാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.